പദ്ധതികളാണ് അവർ ഓഫർ ചെയ്തത്, ഇല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്തത്. ആ ഗ്യാരണ്ടി ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ നടപ്പിലാക്കുമെന്ന് VD സതീശൻ എന്ന മുഖ്യമന്ത്രി കേരള ജനങ്ങൾക്ക് ഉറപ്പു നൽകിയതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇന്നലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ഒരു തരി പോലും യുവാക്കളെ പരിഗണിച്ചിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് പോകാനാണ് യുവമോർച്ച തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു കളക്ടറേറ്റിന് മുമ്പിൽ വെച്ചിട്ട് ബഡ്ജറ്റ് കത്തിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുണാടിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വരുണാടിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഹേമന്ത്, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അരുൺ കൈതപ്രം, സംസ്ഥാന സമിതി അംഗം ശ്രീ സ്വരൂപ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അർജുൻ, സ്വരാജ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇന്നലെ VD സതീശൻ ഗവൺമെന്റ് അവരുടെ UDF ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാം, കേരളം മുഴുവൻ UDF മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രചരണ തന്ത്രമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട്, വലിയ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഞങ്ങൾ ഈ കേരളത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വലിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് UDF ഗവൺമെന്റ് കേരളത്തിലെ അധികാരത്തിലെത്തിയത്. പക്ഷേ അധികാരത്തിലെത്തിയ നാൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UDF ഗവൺമെന്റ് എന്ന് പറയുന്നത്, VD സതീശൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞ വാക്കുകൾക്കൊന്നും വില കൊടുക്കാത്ത, പറഞ്ഞ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് ഈ VD സതീശന്റെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കും KSRTC ബസ്സുകളിൽ എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ മുഴുവൻ ആളുകളും ചോദിച്ചു, KSRTC തന്നെ നഷ്ടത്തിലാണല്ലോ, പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുക എന്ന് പറഞ്ഞു. അതിന് ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ വോട്ടർമാരെ കബളിപ്പിച്ചുകൊണ്ട് ഇന്ന് പല KSRTC ബസ്സുകളിലും അവർക്ക് സൗജന്യ യാത്ര ലഭ്യമാവുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സ്ത്രീ വിഭാഗത്തെ വഞ്ചിച്ചിരിക്കുന്നു. വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, വയോവന്ദൻ യോജന. ആ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് കരാർ ഒപ്പിടാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു തട്ടിപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇതാ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 90 ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വകമാറ്റിയിരിക്കുന്നത് വെറും 10 കോടി രൂപയാണ്. ഇതോടൊപ്പം തന്നെയാണ് യുവജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്ന് നമ്മൾ സംശയിക്കപ്പെട്ടു പോവുകയാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം രൂപയുടെ വായ്പാരഹിത പദ്ധതി നടപ്പിലാക്കും, ലോൺ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഈ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുടെ നിരക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ്. ഇത് ഇവിടെ കാലാകാലങ്ങളായി ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും നടപ്പിലാക്കിയിട്ടുള്ള യുവജന വിരുദ്ധ നിലപാടുകൾ പോലും ഉണ്ടായിട്ടുള്ളതാണ്. അതിനെ പരിഹരിക്കാൻ ഇവിടുത്തെ സാധാരണക്കാരന്, ഇവിടുത്തെ പാവപ്പെട്ട യുവാക്കൾക്ക്, യുവതികൾക്ക് തൊഴിൽ കൊടുക്കുവാൻ എന്ത് പദ്ധതിയാണ് ഈ ബഡ്ജറ്റിൽ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്?
ഇവിടുത്തെ ആളുകൾ വിദേശ നാടുകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന സാഹചര്യം ഉണ്ടാവുമ്പോ അതിനെ പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇങ്ങനെ സമസ്ത വിഭാഗങ്ങളെയും ജനവിഭാഗങ്ങളെയും തട്ടിപ്പ് കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന ഈ ബഡ്ജറ്റ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇത് UDFന്റെ പ്രകടന പത്രിക പോലെ വെറും ഒരു വാഗ്ദാനങ്ങളുടെ ലിസ്റ്റായിട്ട് രേഖകളായിട്ട് മാറാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് പരിശോധിച്ചു നോക്കുമ്പോ നമുക്കത് വ്യക്തമാവും. ഇങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കാമെന്നാണ് ശ്രീമാൻ VD സതീശൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യുവമോർച്ചയുടെ പ്രവർത്തകരുണ്ട്, യുവമോർച്ചയുടെ പ്രവർത്തനമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയായിട്ട് യുവമോർച്ചയുടെ ഉണ്ടാവും എന്നുള്ള കാര്യം VD സതീശനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നിലയിലാണ് നിങ്ങളുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വലിയ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിന്റെ തെരുവീതികൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യുവാക്കളെ പൂർണ്ണമായും വഞ്ചിച്ച, അവഗണിച്ച ഈ ബഡ്ജറ്റ് കത്തിച്ചുകൊണ്ട്, ബഡ്ജറ്റ് രേഖകൾ കത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ഇവിടുത്തെ അമ്മ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങളുമായി യുവമോർച്ച തെരുവിലുണ്ടായിരിക്കുമെന്നുകൂടി ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത മാതാവ് വിജയിക്കട്ടെ. അടുത്തായിട്ട് जय बोलो भारत माता की जय जय भारत माता जय जय भारत माता जय जय युवा मोर्चा जय जय युवा मोर्चा जय जय भारत माता जय जय भारत माता जय जय युवा मोर्चा जय जय युवा मोर्चा കത്തട്ടിയുടെ കത്തട്ടെ കത്തട്ടിയുടെ കത്തട്ടെ കത്തട്ടിയുടെ കത്തട്ടെ കത്തട്ടിയുടെ കത്തട്ടെ കേരള ബഡ്ജറ്റ് കത്തട്ടെ കേരള ബഡ്ജറ്റ്